പ്രത്യേകിച്ച് പ്ലാനുകളോ, അങ്ങനെ ഐഡിയാസോ ഒന്നുമില്ലാതെ ഞാനും എൻ്റെ കുട്ടിപ്പട്ടാളങ്ങളും കൂടെ ഇറങ്ങിയൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. സൺഡേ ആയിക്കഴിഞ്ഞാൽ രണ്ടുപേർക്കും വീട്ടിൽ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആമിക്കുട്ടി പറയും, "എവിടെയെങ്കിലും പോകാം അമ്മേ, ഷോപ്പിങ്ങിന് പോകാം, ഷോപ്പിങ്ങിന് പോകാം." ഷോപ്പിങ്ങിന് പോയാൽ അത്യാവശ്യം പൈസ നല്ല രീതിക്ക് അവളുമാർ എന്നെക്കൊണ്ട് ഇറക്കും. അപ്പോൾ ഷോപ്പിങ്ങിന് പോകാൻ പറ്റത്തില്ല. പിന്നെ വേറെ എവിടെയാണ് പോകാൻ പറ്റുന്നത്? പിന്നെ ഞങ്ങളുടെ സ്ഥിരം ഡെസ്റ്റിനേഷൻ ലുലു ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും അല്ലാതെ ഞങ്ങൾ ഇറങ്ങിയതേ ഈ ഒരു സ്ഥലത്തേക്കാട്ടോ. ഞാൻ വണ്ടിയിൽ കയറിയിട്ട് എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞൊന്നുമില്ല. അപ്പം ഞങ്ങൾ എത്തിയത് ദേ ഇവിടെ കാപ്പിൽ ബീച്ചിലാട്ടോ. അവിടെ ആകുമ്പം വെള്ളത്തിലൊന്നും ഞാൻ ഇറങ്ങത്തില്ല. കാര്യം എനിക്ക് പേടിയാണ്. അപ്പോൾ ഇവളുമാരെയും കൂടി ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് വെള്ളം കണ്ടാൽ അവർ പിന്നെ എന്താ പറയുക, നിലത്തൊന്നും അല്ല. അപ്പോൾ ഞാനതുകൊണ്ട് വെള്ളത്തിലൊന്നും ഇറങ്ങാതെ ആൺകുട്ടിക്ക് ഇഷ്ടത്തിന് ദേ അവളുടെ മണ്ണിൽ കളിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ അവൾ കുറച്ച് നേരം മണ്ണിൽ കളിക്കട്ടെ എന്ന്. ചെന്ന മാതിരി അവൾ ദേ പരിപാടി തുടങ്ങി. പിന്നെ അവൾ നമ്മളെ അധികം അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യത്തതൊന്നുമില്ല. അവളുടെ ആ ഒരു ഫ്രീഡത്തിന് അങ്ങ് വിട്ടാൽ മതി. പക്ഷേ ഇതിനിടയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലാതെ ഒരാൾ നിൽക്കുന്നത് കണ്ടോ. ലച്ചുവിന് അവിടെ പോയത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾക്ക് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും അവിടെ ചെയ്യാനില്ല എന്ന് പറഞ്ഞ് അവൾക്ക് ഭയങ്കര പിണക്കമാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ആക്റ്റീവായി. ഞാൻ പറഞ്ഞു നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആക്റ്റീവായി. അങ്ങനെ ദേ വീഡിയോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാട്ടോ ഇത്. അവൾ അറിയാത്ത മട്ടിൽ നിൽക്കുവാണെങ്കിലും ഞാൻ അവൾ അറിഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. കൂട്ടത്തിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതിനിടയ്ക്ക് ആമിക്കുട്ടി പിന്നെന്താ പറയുക, അവൾക്ക് അവളുടെ ആ ഒരു ലോകം നമ്മൾ ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അവൾ ഓക്കെയാണ്. അങ്ങനെ ഞാനും പിന്നെ അതേ ആരും അറിയാത്ത പോലെ നിൽക്കുന്ന കണക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അവളെ കൊണ്ട് എടുപ്പിച്ചു. പക്ഷേ അതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. പിന്നെ ലച്ചുവിൻ്റെ ഈ ഫോട്ടോയൊക്കെ കുറേ എടുത്തു. പിന്നെന്താ പറയുക, സൺസെറ്റ് സത്യം പറഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം കാം ആൻഡ് ക്വയറ്റായിട്ട് അവിടെ ഇരിക്കാൻ പറ്റിയത് ഭയങ്കര റിലാക്സിങ്ങാണ് നമുക്ക്. പിന്നെ ഈ സൺസെറ്റ് വീഡിയോസ് ഒക്കെ എടുത്തു ഞാൻ. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. സൺസെറ്റ് ആയപ്പോഴേക്കും ഇരുട്ട് വീണ് തുടങ്ങി. അപ്പോൾ രണ്ടുപേരെയും കൂടെ തനിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് അത്യാവശ്യം നേരത്തെ തന്നെ തിരിച്ച് വീട്ടിലെത്തിയില്ലെങ്കിൽ പ്രശ്നമാവും. പക്ഷേ ഇവളുമാരെയും കൊണ്ട് ഇറങ്ങി അത് നടക്കത്തതുമില്ല. സൺസെറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം. അങ്ങനെ ഞങ്ങളൊരു പാനിപൂരി കഴിക്കാമെന്ന് പറഞ്ഞ് ദേ അടുത്ത ഒരു ഇടത്തെത്തി. അവിടുന്ന് പാനിപൂരിയൊക്കെ മേടിച്ച് കഴിച്ചു. ആമിക്കുട്ടിയുടെ എക്സ്പ്രഷനും റിവ്യൂ ഒക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. അത് ദേ ഇനിയിപ്പോൾ വരുന്നുണ്ട്. ആൺകുട്ടി ഇതെങ്ങനെയുണ്ട് എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട്. കൂട്ടത്തിൽ എരിഞ്ഞ് ഊപ്പാട് വന്നിട്ട് അയാൾക്ക് വെള്ളം കുടിച്ചോളാൻ വയ്യാതെ കുപ്പി കടിച്ചു തുറക്കുന്ന വീഡിയോസൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ അതൊക്കെ കാണാം. ദേ കണ്ടോ, കുപ്പിയൊക്കെ വെള്ളത്തിന് കുടിച്ചോളാൻ വയ്യാതെ ആക്രാന്തം മൂത്ത് കടിച്ചു തുറക്കുവാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അടുത്തത് മറ്റേല്ല മസാലയൊക്കെ ഇടുന്നൊരു കടലയുണ്ടല്ലോ, വെജിറ്റബിളും അതൊക്കെ ഇടുന്നൊരു സാധനം. അല്ലല്ല അതിന് മുന്നേ ഞങ്ങൾ ദേ നാരങ്ങ വെള്ളം കുടിച്ചു കേട്ടോ. സോറി കേട്ടോ, അത് പറയാൻ മറന്നുപോയി. അമ്മിക്കുട്ടിക്ക് എരിഞ്ഞിട്ട് പാടില്ല. അപ്പോൾ ഉടനെ ജ്യൂസ് വേണമെന്നായി. അങ്ങനെ ഞാനൊരു സോഡ ലൈം മേടിച്ചു കൊടുത്തു. അപ്പോൾ ആളത് മാക്കം കുടിച്ച് ഹാപ്പിയായി. അവളെ എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ നമ്മൾ സമയത്ത് സമയത്ത് അവൾക്ക് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ കൊടുത്താൽ ആൾ ഓക്കെയാണ്. ദേ കണ്ടോ അടുത്തത്. ഇതൊക്കെ കഴിച്ച് അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് അവർക്കൊക്കെ ഇങ്ങനെ മേടിച്ച് കൊടുത്ത് കൊണ്ട് നടന്നാൽ മതി. അങ്ങനെ ചെറുതായിട്ട് ഇരുട്ടൊക്കെ വീണപ്പം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. വണ്ടി എടുത്തപ്പം ചെറിയൊരു ഇരുട്ടേ ഉള്ളായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങ് മൊത്തം ഡാർക്കായി. പിന്നെ ഞങ്ങൾ എന്താ പറയുക, വേറെ എങ്ങും തിരിഞ്ഞ് നിൽക്കാതെ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.